നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് വരുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെ വരാനുള്ള കാര്യം സൺസ്ക്രീനിൽ സിങ്കിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സിങ്ക് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ, ഫ്ലൂറസെൻ്റ് ലൈറ്റ്സിൽ, ഈവൻ എക്സ്റേ സ്ക്രീനിൽ പോലും. സോ നമുക്കൊന്ന് സിങ്കിൻ്റെ ഹിസ്റ്ററി നോക്കാം. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒമ്നി പ്രസൻറ്റ് എലമെൻറ്റ് വന്നത്? അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3000 വർഷം പുറകിലേക്കൊന്ന് നമുക്ക് പോകാം. അപ്പോൾ ഇന്ത്യയിൽ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് ആദ്യമായിട്ട് സിങ്ക് കാണപ്പെടുന്നത്. പിന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം 12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയാണ് ആദ്യമായിട്ട് സിങ്ക് ഓർ പ്യുവർ സിങ്ക് മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ ഉദയ്പൂർ സിറ്റിയിൽ സവാറിൽ. അപ്പോൾ ലോകത്തെ ഏറ്റവും പഴയ സിങ്ക് മൈനാണ് സവാർ. അപ്പോൾ 12ാം നൂറ്റാണ്ട് തൊട്ട് ഇവിടെയാണ് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ സിങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സിങ്ക് പ്രൊഡ്യൂസർ ഏത് രാജ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? എന്തെങ്കിലും ഒരു ഗസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടോ? ഇന്ത്യ അല്ല കേട്ടോ, ചൈനയാണ്. അപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സിങ്ക് പ്രൊഡ്യൂസർ ചൈനയാണ്. ഇപ്പോൾ 2022 4.2 മില്യൺ മെട്രിക് ടൺ സിങ്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം വരുന്നതാണ് പെറു. അപ്പം ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. 16ാം നൂറ്റാണ്ടിന് മുമ്പ് ചൈനയുള്ള ആളുകൾക്ക് ശരിക്കും ഈ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി അറിയില്ലായിരുന്നു. അപ്പോൾ അവർക്കതൊരു സീക്രട്ട് മെറ്റൽ പോലെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ചൈനയിൽ സിങ്ക് വരുന്നത്? അപ്പോൾ ഹിസ്റ്ററി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചൈനീസ് മോങ്സ് ഇന്ത്യയിൽ ബുദ്ധിസം പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നവർ തിരിച്ചു പോയപ്പം അവരിവിടുന്ന് മെഡിസിൻ, ആസ്ട്രോണോമി, സിങ്കിനെ പറ്റിയിട്ടൊക്കെ അറിവ് നേടിയിട്ടാണ് തിരിച്ചു പോയത്. അങ്ങനെ 16ാം നൂറ്റാണ്ടിൽ ചൈന യൂറോപ്പിലേക്ക് സിങ്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ട്യൂട്ടനാഗ് എന്ന പേരിൻ്റെ കീഴിലാണ് ഇവരിത് ചെയ്തത്. ഇപ്പോൾ ചൈനീസ് ലാംഗ്വേജിൽ ഏലിയൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ സിങ്ക് ആദ്യമായിട്ട് സവാറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നീടാണ് ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്കായത്. ഇന്നിപ്പം സവാർ, സിങ്ക്, അതുപോലെ തന്നെ ലെഡ് എക്സ്ട്രാക്ഷനായിട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ് ഓൺ ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു വലിയ സിങ്ക് കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്ക്, ലെഡ്, അതുപോലെ തന്നെ സിൽവറിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് പ്രൊഡ്യൂസറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റും അതുപോലെ തന്നെ ഗ്ലോബലി സെക്കൻഡ് ലാർജസ്റ്റും ആണ്. ഇന്ത്യയുടെ പ്രൈമറി സിങ്ക് ഇൻഡസ്ട്രിയിൽ 75% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് സിങ്ക് മാത്രമല്ല, വേൾഡ് വൈഡിലെ 5th ലാർജസ്റ്റ് സിൽവർ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി വന്നിട്ട് ഇപ്പം 50 വർഷത്തിലധികമായി. അപ്പോൾ ആദ്യം ഇത് സെൻട്രൽ ഗവൺമെൻറ് ഓൺ PSU ആയിരുന്നു. പിന്നീട് അത് 2003 വേദാന്ത ലിമിറ്റഡിന് വിറ്റു. ഇന്നിപ്പം ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൽ വേദാന്തയ്ക്ക് 64.92% സ്റ്റേക്ക് ഉണ്ട്. ബാക്കി 29.54% സ്റ്റിൽ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് അതുപോലെ ഫൈനാൻഷ്യലിലേക്ക് നമ്മൾ പോകും മുമ്പ് കമ്പനി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൻ്റെ പ്രൈമറി പ്രൊഡക്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈമറി പ്രൊഡക്ട്സ് സിങ്ക് അതുപോലെ തന്നെ ലെഡാണ്. ബൈ പ്രൊഡക്ട്സ് സിൽവർ അതുപോലെ സൾഫ്യൂരിക് ആസിഡുമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിനുള്ള റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2022-23 ഫൈനാൻഷ്യൽ ഇയറിൽ സിങ്കാണ് മെജോറിറ്റി വരുന്നത്, 74.4%. അതേസമയത്ത് ലെഡ് 13.5%, സിൽവർ 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റവന്യൂവിൻ്റെ ടേംസിൽ സിങ്ക് തന്നെയാണ് ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ. സോ നമുക്ക് സ്പെസിഫിക്കലി സിങ്ക് ഇൻഡസ്ട്രി മാത്രമാവും നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിങ്ക് ഇൻഡസ്ട്രിയിൽ 4 മേജർ ഗ്ലോബൽ പ്ലെയേഴ്സ് ആണ് വരുന്നത്. ഗ്ലെൻകോർ PLC, ഹിന്ദുസ്ഥാൻ സിങ്ക്, ടെക് റിസോഴ്സസ് ലിമിറ്റഡ്, സിജിൻ മൈനിങ് ഗ്രൂപ്പ് ലിമിറ്റഡ്. പക്ഷേ ആർക്കാണ് ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്? ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഒരു അമേരിക്കൻ കമ്പനിക്കാണ്, സദേൺ കോപ്പർ കോർപ്പറേഷൻ. അപ്പോൾ $47.27 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. അപ്പോൾ അതേ സമയത്ത് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് $15.97 ബില്യൺ ആണ്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ടേംസിൽ വേൾഡ് വൈഡിൽ 104ാമത്തെ റാങ്കാണ് വരുന്നത്. ഇനി നമുക്ക് സിങ്ക് കൺസപ്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സിങ്കിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ വരുന്നത് ഗാൽവനൈസേഷനിലാണ്. ഇപ്പോൾ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ അതുപോലെ തന്നെ സ്റ്റീലിനെ തുരുമ്പിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സിങ്കിൻ്റെ കോട്ടിംഗ് ചെയ്യുന്നതാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. സോ 60% സിങ്ക് കൺസ്യൂം ചെയ്യുന്ന ഗാൽവനൈസിങ് ഇൻഡസ്ട്രിയാണ്. അതിനുശേഷം വരുന്ന ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. പക്ഷേ എൻഡ് യൂസർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിങ്ക് കൺസപ്ഷൻ വരുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ്, ഏകദേശം 50%. പക്ഷേ ഈ ഒരു കൺസപ്ഷൻ എങ്ങനെയാണ് സിങ്ക് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന് കാരണമാകുന്നത്? ആദ്യം നമുക്ക് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കോവിഡ് ടൈമിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഈ ഒരു സമയത്ത് പാൻഡമിക് ഇമ്പാക്റ്റ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ സിങ്ക് ഇൻഡസ്ട്രീനെയും ഇത് മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2020-21 സിങ്ക് കൺസപ്ഷൻ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 15% ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2021-22 കാര്യങ്ങളൊക്കെ ബെറ്ററായി. ഇപ്പോൾ കൺസപ്ഷനൊക്കെ 13% കയറി. ഇപ്പോൾ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ്,
ചൈനയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്, അതുകൊണ്ട് US GDP കോൺട്രാക്ഷൻ എല്ലാം കൊണ്ടും പ്രൈസ് വോളറ്റിലിറ്റി ഉണ്ടായി. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യം ഡൊമസ്റ്റിക് എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സിങ്ക് ഇൻഡസ്ട്രിയും വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ പോലത്തെ സെക്ടറിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയെ നയിക്കും. ഇപ്പോൾ 2023 യൂണിയൻ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 33% കൂട്ടിയിട്ടുണ്ട്. അതായത് 2023-24 10 ലക്ഷം കോടി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GDPൻ്റെ 3.3%. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് സ്മാർട്ട് സിറ്റീസ്, ഹൈവേ, ബ്രിഡ്ജസ്, അതുപോലെ തന്നെ റെയിൽ കോറിഡോർ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ഈ സെക്ടറിൽ ഗാൽവനൈസ് സ്റ്റീലിൻ്റെ യൂസേജും എന്തായാലും ഉണ്ടാവും. ഇനി സിങ്കിൻ്റെ ലാർജസ്റ്റ് എൻഡ് യൂസർ മാർക്കറ്റാണ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു വർഷം ഇന്ത്യയിൽ 5.28 മില്യൺ വീടുകൾ റൂറൽ ഹൗസിംഗ് സ്കീമിൻ്റെ കീഴിൽ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും 25% കൂടുതലാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ ഗവൺമെൻറ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ 5.73 മില്യൺ വീടുകൾ പണിയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2024 ഫൈനാൻഷ്യൽ ഇയറുടെ ഹൗസിംഗ് ഫോർ ഓൾ എന്ന സ്കീമിൻ്റെ കീഴിൽ 29.5 മില്യൺ വീടുകൾ നിർമ്മിക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തെ സഹായിക്കും ഇത്. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ റൂഫിംഗ്, ക്ലാഡിംഗ്, ലൈറ്റ് സ്റ്റീൽ ഫ്രെയിമിംഗ്, ബിൽഡിംഗ് സ്റ്റഡ്സ്, ഫാൾ സീലിംഗ്, സാൻഡ്വിച്ച് പാനൽ, ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആപ്ലിക്കേഷൻസിന് ഡിമാൻഡ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ ഇതുവഴി നേരത്തെ പറഞ്ഞ എല്ലാ സെഗ്മെൻറ്റിലും സ്റ്റീലിൻ്റെ ഉപയോഗം കൂടാൻ വേണ്ടിയിട്ടും കാരണമാവും. സോ സ്റ്റീലിന് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിങ്കിൻ്റെ ആവശ്യം എന്തായാലും വരും. സോ സിങ്കിൻ്റെ ഡിമാൻഡും ഇതുവഴി കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിങ്ക് എല്ലായിടത്തും ഉണ്ട്. ജസ്റ്റ് സ്റ്റീലിന് മാത്രമല്ല സിങ്ക് വേണ്ടത്, നമ്മുടെ ബോഡിക്കും സിങ്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ആവറേജ് ഒരു അഡൽട്ട് ഡെയിലി 8 മില്ലിഗ്രാം മുതൽ 12 മില്ലിഗ്രാം വരെ സിങ്ക് കൺസ്യൂം ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഫിസിക്കൽ ഗ്രോത്ത്, അതുപോലെ നമ്മുടെ ജനനം മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള നമ്മുടെ വളർച്ചയ്ക്ക് സിങ്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡയറിയുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ടും മെഡിസിനൊക്കെ ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി റിന്യൂവബിൾ എനർജിയിലും സിങ്കിന് വലിയൊരു റോളുണ്ട്. ഇപ്പോൾ 2070 ആകുമ്പോഴേക്കും 0 കാർബൺ എമിഷൻ നേടിയെടുക്കാനാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് 35,000 കോടി പ്രയോറിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 2023 യൂണിയൻ ബഡ്ജറ്റിൽ റിന്യൂവബിൾ സെക്ടറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ്ലി നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ സിങ്കിൻ്റെ ലാർജസ്റ്റ് എൻഡ് യൂസറാണ് ട്രാൻസ്പോർട്ട് സെക്ടർ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ചൈന അതുപോലെ USA കഴിഞ്ഞിട്ട് 3rd ലാർജസ്റ്റ് ഓട്ടോ പ്രൊഡ്യൂസിംഗ് നാഷനാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് സെക്ടറിൻ്റെ മൂല്യം $222 ബില്യൺ അധികമാണ്. അത് രാജ്യത്തിൻ്റെ ടോട്ടൽ എക്സ്പോർട്ടിലേക്ക് 8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ GDPയിലേക്ക് 7.1% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിന് പലതരത്തിലുള്ള കസ്റ്റമർ ബേസ് ഉണ്ട്. സോ കസ്റ്റമേഴ്സ് അതുപോലെ സപ്ലൈസിൻ്റെ ടേംസിൽ അവർക്കൊരു ബെറ്റർ നെഗോസിയേഷൻ ഇത് സഹായിക്കും. പക്ഷേ ഈ ഒരു സ്ട്രോങ് മാർക്കറ്റ് പ്രസൻസ് ഫൈനാൻഷ്യൽസിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ? അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റവന്യൂ 29,000 മുതൽ 30,000 കോടി രൂപ. അപ്പോൾ ഇത് മെയിൻലി സിങ്ക് പ്രൈസിൻ്റെ വോളറ്റിലിറ്റി കാരണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് കാരണമാണ് ഇത്. ഇനി ഓപ്പറേറ്റിംഗ് മാർജിൻ ട്രെൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കഴിഞ്ഞ പല ക്വാർട്ടറിൽ 50 മുതൽ 55% എന്ന റേഞ്ചിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ജൂൺ 2023 ക്വാർട്ടറിൽ മാർജിൻ 46% ഡിക്ലൈൻ ആയിട്ടുണ്ട്. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് ട്രെൻഡ്. അപ്പോൾ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ടുള്ള ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയാണ് നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ കാണാം ഒരു അപ്വേർഡ് ട്രെൻഡ് വന്നിട്ട് ഒരു റീസെൻറ്റ് ഡിക്ലൈൻ അയക്കുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ജൂൺ 2023 Q1 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റിൽ 37.48% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ വരുമാനം കുറഞ്ഞുകൊണ്ടാണ് പ്രോഫിറ്റിൽ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് വന്നത്. ഇനി നമ്മൾ നോക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ബോറോയിങ് ട്രെൻഡാണ്. അപ്പോൾ ബോറോയിങ് കമ്പനിയുടെ ഡെറ്റ് പൊസിഷനാണ് കാണിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ബോറോയിങ് കഴിഞ്ഞ 3 വർഷത്തിൽ 64.99% കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 2021 7,201 കോടി രൂപയിൽ നിന്ന് 2023 11,881 കോടി രൂപയിലേക്ക്. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയർ മാത്രം ബോറോയിങ് 300% കൂടിയിട്ടുണ്ട് 2022 അപ്പോൾ കടമെടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫണ്ട് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ടെമ്പററി ക്യാഷ് ഫ്ലോ മിസ്മാച്ച് ഒന്ന് മീറ്റ് ചെയ്യാനുമായിട്ടും കൂടിയാണ്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ഡിവിഡൻഡ് പേ ഔട്ടിലെ മിസ്മാച്ചിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ആദ്യത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഇവിടെ ഉള്ളത്, വേദാന്ത അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും. അപ്പോൾ 2022 ഗവൺമെൻറ് കമ്പനിയിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ സിങ്കിൻ്റെ വില ഇടിഞ്ഞതും അൺഫേവറബിൾ വാല്യുവേഷൻ കാരണം ഗവൺമെൻറ് ഇത് പോസ്റ്റ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓപ്പൺ മാർക്കറ്റിൽ അവർ സ്റ്റേക്ക് വിറ്റാൽ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൻ്റെ ഷെയർ പ്രൈസ് സെല്ലിംഗ് പ്രഷർ കാരണം ഇടിയും. ഇപ്പോൾ പ്രൊമോട്ടർ വേദാന്ത ഗ്രൂപ്പ് അവരുടെ ഷെയറിൻ്റെ 99.4% പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്ലെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയറിന് എഗ്നസ്റ്റ് ലോൺ എടുക്കുക എന്നതാണ്. ഇനിയിപ്പം ഗാൽവനൈസ് സ്റ്റീൽ സെക്ടറിന്റെ സൈക്ലിക്കാലിറ്റിനെ കുറിച്ചും കൂടി നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിങ്ക് കൂടുതലും ഗാൽവനൈസ്ഡ് ഇൻഡസ്ട്രിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ വളർച്ച എൻഡ് യൂസർ സെഗ്മെന്റ്സ് ആയ ഓട്ടോമോട്ടീവ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ബാറ്ററീസ്, ഹോം അപ്ലയൻസ്, കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിലെ സ്ലോ ഡൗൺ ഗാൽവനൈസ് സ്റ്റീലിന്റെ ഡിമാൻഡ് കുറയ്ക്കും. ഇനി നമുക്ക് സ്റ്റോക്ക് പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ജൂൺ 2023 ക്വാർട്ടറിലെ ഡിവിഡൻഡ് പേ ഔട്ട് അനൗൺസ് ചെയ്തപ്പം കമ്പനിയുടെ സ്റ്റോക്ക് 5% ഇടിഞ്ഞു. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനി 5 ഡിവിഡൻഡ് പേ ചെയ്തു. ടോട്ടൽ ഏകദേശം 31,901 കോടി രൂപയോളം ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് കമ്പനി ഏൺ ചെയ്ത നെറ്റ് പ്രോഫിറ്റിനേക്കാളും 3 ഇരട്ടിയാണ്. അപ്പോൾ ക്ലിയർലി ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ഒരു ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്കാണ്. സോ ഡിവിഡൻഡ് സ്റ്റോക്സ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ നൽകും. സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് നോക്കാം. അപ്പോൾ ഹൈ ഡിവിഡൻഡ് ഈൽഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, കമ്പനി എടുത്തേക്കുന്ന കടം റീസണബിൾ ആണോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ എത്ര ഏൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട് എന്ന് തമ്മിലൊരു മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം. സോ നിങ്ങളുടെ ടൈം ഹൊറിസോൺ, നിങ്ങളുടെ റിസ്ക് ലെവൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന റിട്ടേൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഡിവിഡൻഡ് അല്ലെങ്കിൽ ഗ്രോത്ത് ഫണ്ട് ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രോത്ത് സ്റ്റോക്സിനൊക്കെ ഡിവിഡൻഡ് സ്റ്റോക്സിനേക്കാളും നല്ല റിട്ടേൺസ് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ക്യാഷ് ഫ്ലോ നോക്കാത്തവർക്കും ഇത് നല്ലതാണ്, അതായത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനൊക്കെ നല്ലതാണ്. സോ നിങ്ങൾ ഏത് ടൈപ്പ് ഇൻവെസ്റ്റർ ആണ്, ഗ്രോത്ത് ആണോ ഡിവിഡൻഡ് ആണോ? അതുപോലെ തന്നെ നിങ്ങൾ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും ഹൈ ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ടോ? എല്ലാം നിങ്ങൾക്ക് താഴെ കമൻസിൽ നമ്മളോട് പറയാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ പറയുകയാണ്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.